അപ്പോൾ അവിടെ സ്വയംവരത്തിനുള്ള അനവധി രാജാക്കന്മാർ വന്ന് കൂടിയിട്ടുണ്ട്. സ്വയംവരം എങ്ങനെയാണെന്ന് വെച്ചാൽ ഓരോ രാജാക്കന്മാരുടെ മുമ്പിൽ ഈ കന്യക മാലയും കൊണ്ടുവരും. തോഴി രാജാവിൻ്റെ വിവരങ്ങൾ പറഞ്ഞ് കേൾപ്പിക്കും. കന്യക അയാളുടെ കഴുത്തിൽ ഇഷ്ടപ്പെട്ട ആളുടെ കഴുത്തിൽ മാലയിടും. അപ്പോൾ ഭീഷ്മർ സ്വയംവരത്തിന് ചെന്ന് രാജാക്കന്മാരൊക്കെ തന്നെ വരിയായിട്ട് കുട്ടപ്പന്മാരായിട്ട് അഴകിയ രാവണന്മാരായിട്ട് വേഷം കെട്ടിയിരിക്കുന്നുണ്ട് ഈ 3 കന്യകമാരെ കല്യാണം കഴിക്കാനേ. അപ്പോൾ ഭീഷ്മർ തലക്കെ നരച്ച് വയസ്സന കുറച്ച് ദൂരെ മാറിയിരുന്ന ഭീഷ്മരെ നോക്കിയിട്ട് രാജാക്കന്മാർ ഇയാൾ എന്ത് പറയുങ്ങനെ ജെറിയാട്രിക്സ് ഇയാൾ പഠിച്ചിട്ടില്ലേ, എനിക്ക് വയസ്സെത്രയായി 10-90 വയസ്സായല്ലോ, തലക്കെ നരച്ചിരിക്കുന്നുണ്ട്. ഇയാൾ വലിയ പ്രതിജ്ഞ ചെയ്തിട്ടുണ്ട് അത്ര, ഞാൻ ബ്രഹ്മചാരിയാണ്. കള്ളാൻ ഭീഷ്മൻ അവൻ്റെ മിഥ്യാപ്രതിജ്ഞ. ഇവൻ എന്തിനാവും സ്വയംവരത്തിന് വന്നേക്കണേ അയ്യോ എന്നൊക്കെ പറഞ്ഞ ഭീഷ്മരെ അപഹസിക്കാൻ തുടങ്ങിയപ്പോൾ അദ്ദേഹത്തിന് ദേഷ്യം വന്നു. അദ്ദേഹം അവിടെ എന്നിട്ട് ഈ 3 കന്യകമാരെയും അംബിക അംബാലിക ബലമായിട്ട് പിടിച്ച് തേരിൽ കയറ്റി. അതെ, കന്യകമാരെ വീര്യം കൊണ്ട് ഞാൻ കൊണ്ടുപോവുക, ബലം കൊണ്ട്. എന്നോട് എതിർക്കാൻ നേരിട്ടുണ്ടെങ്കിൽ വാടാ, ഇത് ശാസ്ത്രവിധി പ്രകാരമുള്ള വിവാഹമാണ്, വാടാ എന്ന് പറഞ്ഞ് സർവ്വരാജാക്കന്മാരും അരേന്തലയും വെറ്റിലും മുറുക്കി വെറ്റിലും മുറുക്കി ബലേറെ വല്ലതും ഉണ്ടെങ്കിൽ അത് മുറുക്കി, വില്ല് മുറുക്കി, പരിച മുറുക്കി, ആയുധങ്ങളൊക്കെ മുറുക്കി, ചട്ടം മുറുക്കി, പടച്ചട്ട ഇട്ടു. ഗംഭീര യുദ്ധം ഭീഷ്മരായിട്ട്. ഭീഷ്മർ ഇവരെ മുഴുവൻ ഒറ്റയ്ക്ക് തോൽപ്പിച്ചു ഓടിച്ചു. അപ്പോൾ വേറൊരു രാജാവുണ്ട് വരുന്നു. ഇതൊക്കെ വയസ്സായിട്ട് പെണ്ണുങ്ങളെ നടക്കുക. ആ രാജാവിൻ്റെ പേരാണ് ശാൽവൻ. അയാളും ഭീഷ്മരായിട്ട് ഗംഭീര യുദ്ധം നടന്നു. പക്ഷെ അവസാനം ഭീഷ്മർ അയാളെ ഓടിച്ചു. അയാളും തോറ്റ അയ്യോ ഇയാളെ കൊണ്ട് മുട്ടാൻ എനിക്ക് പോയി, അയാൾ ജീവനും കൊണ്ട് ഓടിപ്പോയി.